നമസ്കാരം. നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയാണോ? അതല്ലാന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ധ്യാനം, യോഗ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇനി ഞാൻ പറയുന്ന ഏതെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുന്നേ ആരുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടില്ലായിരിക്കാം. സോ ഇന്ന് നമുക്ക് ആ ഒരു ടോപ്പിക് എന്താണെന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ നിങ്ങളുടെ ഷൈമി. വെൽക്കം ടു മൈ ചാനൽ. അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്പിരിച്വൽ റിച്വൽസൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് ധ്യാനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ അവേക്കനിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ചില ചേഞ്ചസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഈ ഒരു സമയത്ത് നമ്മുടെ സ്വാധിഷ്ഠാന ചക്ര ആക്ടിവേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാധിഷ്ഠാന ചക്ര എന്ന് പറയുന്നത് നമ്മളുടെ പൊക്കിളിന് താഴെയായിട്ട് ജെനിറ്റൽ ഓർഗൻസിൻ്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചക്ര ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലുള്ള ഫെമിനിൻ എനർജി, ശക്തി എനർജി എന്ന് പറയും, അതിൻ്റെ മൂവ്മെൻറ്റ്സ് നമ്മുടെ ഉള്ളിൽ നടക്കും. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ്സ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അതായത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരു പക്ഷേ അടക്കി വച്ചിരിക്കുന്ന ദുഃഖം ഉണ്ടായിരിക്കാം, ആത്മവിശ്വാസക്കുറവ്, കുറ്റബോധം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടിയിട്ടില്ല, നമ്മൾ അടിച്ചമർത്തപ്പെട്ട് ആസ് എ സ്ത്രീ, ആസ് എ ലേഡി നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള അടിച്ചമർത്തുകൾ വീട്ടിൽ നിന്നോ നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താ പറയുക, ആ സമയത്ത് ഈ ചക്ര ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് ഇത്തരം ഫീലിങ്സൊക്കെ പുറത്തോട്ട് വരും. അപ്പോൾ ഈ ഫീലിങ്സ് പുറത്തോട്ട് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അങ്ങനെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പീരീഡ്സിൽ എന്താ പറയുക, ഇറഗുലറായിട്ട് മാറും. ഒരു പക്ഷേ നിങ്ങളുടെ പീരീഡ്സ് അതിന് മുമ്പ് റെഗുലറായിരുന്നു എന്ന് വിചാരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ പീരീഡ്സ് ഇറഗുലറാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ പോലെയല്ല, ബ്ലീഡിങ് കുറേ ദിവസം ബ്ലീഡിങ് നിൽക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസമേ ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ. എൻ്റെ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോർമലി സാധാരണ എനിക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് പീരീഡ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മുമ്പ് വന്നപ്പോൾ ഒരു തവണ ഇറഗുലറായിട്ട് കുറച്ച് പീരീഡ്സ് വന്നു. അതിനുശേഷം ഒരു തവണ എനിക്ക് പീരീഡ്സ് ഉണ്ടായി. അതിനുശേഷം നോർമലി ഒരു 5 ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം 6 ഡേയ്സ് വരുന്ന ഇത് ഒരു 15 ദിവസമായിട്ടും എനിക്ക് ബ്ലീഡിങ് കുറയുന്നില്ല. സോ ഞാൻ കുറയുമെന്ന് വിചാരിച്ചിട്ട് ഡോക്ടറെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്തായാലും അത്രയും ദിവസമാകുമ്പോൾ എന്തായാലും പോയി ഡോക്ടറെ കാണിക്കണമല്ലേ. അങ്ങനെ ഞാൻ പോയി ഡോക്ടറെ കാണിച്ച് അതിൻ്റെ സ്കാനും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ സ്കാൻ എടുത്ത സമയത്ത് അവർ പറഞ്ഞത് ഓവറിയിൽ ചെറിയ രീതിയിലുള്ള ഫങ്ഷണൽ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഈ പറയുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് ഈ സിസ്റ്റ് ഉണ്ടാകുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. കുറച്ച് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്ന് ചെക്ക് ചെയ്യാം, അപ്പോൾ അതെങ്ങനെയുണ്ട് എന്ന് നോക്കാമെന്ന് പറഞ്ഞു. സോ ഞാൻ തൽക്കാലം എനിക്ക് ബ്ലീഡിങ് കുറയാനുള്ള മരുന്നൊക്കെ കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ അതിനുശേഷം എൻ്റെ മെഡിസിൻസ് കഴിച്ചതിന് ശേഷം അത് കുറഞ്ഞു. പക്ഷേ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു. എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും നാളിങ്ങനൊരു പ്രശ്നം ഉണ്ടായില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കുറേ നാൾ പീരീഡ്സ് ഇറഗുലർ ആവുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലീഡിങ് കൂടുതൽ വരുന്നു, അല്ലെങ്കിൽ തീരെ കുറവ് വരുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. അത് എന്തുകൊണ്ടായിരിക്കാം, ഇതിനെന്തെങ്കിലും ആയിട്ടുള്ള ഈ സ്പിരിച്വൽ അവേക്കനിങ്ങുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. സോ അങ്ങനെ വന്നു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കി, പഠിച്ചു, റിസർച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ സമയത്ത് ഈ പറയുന്ന സ്വാധിഷ്ഠാന ചക്ര ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്. സോ അങ്ങനെയുള്ള ഹോർമോണൽ ചേഞ്ചസ്, അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇത് തന്നെയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്ന സിസ്റ്റ് ആണെങ്കിലും ഉണ്ടാകുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പീരീഡ്സിൻ്റെ ഇറഗുലാരിറ്റീസ് വരുന്നതോ ഫ്ലോയിലുള്ള വ്യത്യാസം വരുന്നതിനോ ഉള്ള കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് ആണെന്ന്. പക്ഷേ എന്തുകൊണ്ട് ഈ ഹോർമോണൽ ചേഞ്ചസ് വന്നു എന്ന് നമ്മൾ അപ്പോൾ ചിന്തിക്കുന്നില്ല. ഡോക്ടർ തരുന്നു, മരുന്ന് കഴിക്കുന്നു, അതേസമയം
എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോയി ചെക്ക് ചെയ്യുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ഈ ഹോർമോണൽ ചേഞ്ചസ് വന്നതെന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഹോർമോണൽ ചേഞ്ചസ് വരാൻ കാരണം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ സ്പിരിച്വൽ അവേക്കനിങ് പ്രോസസ്സും ഈ ചക്ര ആക്ടിവേഷനുമാണ്. സോ ഈ ചക്ര ആക്ടിവേഷൻ നടക്കുന്ന സമയത്ത് ഇതുപോലെ ഹോർമോണൽ ചേഞ്ചസും, അതുകൊണ്ട് തന്നെ ഓവറി സിസ്റ്റ്, ഒരുപാട് പേരിൽ ഓവറി സിസ്റ്റ് ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങൾ പുറത്തോട്ട് തള്ളുന്നതാണ്. നമ്മുടെ ശരീരം ഈ പറയുന്ന നമ്മുടെ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഫീലിങ്സുകളൊക്കെ ഉള്ളിലുള്ളത്, എസ്പെഷ്യലി നമുക്ക് ഈ ജെനിറ്റൽ ഓർഗൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ചക്ര ആയതുകൊണ്ട് അത് ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഓവറിയിൽ ചെറിയ സിസ്റ്റായിട്ട്, ഈ പറയുന്ന ഫങ്ഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സിസ്റ്റം അല്ല. മോസ്റ്റ്ലി 1-2 സൈക്കിൾസൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ വീണ്ടും പോയി സ്കാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ സ്കാനിൽ പിന്നീട് അത് ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ അത് അപ്രത്യക്ഷമാവാറുണ്ട്. അപ്പോൾ ഈ കുണ്ടലിനിയുടെ ആക്ടിവേഷൻ നടക്കുന്ന സമയത്ത് പലർക്കും പല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും. അതായത് ഈ സ്വാധിഷ്ഠാന ചക്ര സ്ത്രീകളിൽ ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്, ചിലർക്ക് നല്ല രീതിയിൽ അടിവയറ്റിൽ ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവപ്പെടും. ചിലർക്ക് അവിടെ ഒരു പെരുപ്പ് അല്ലെങ്കിൽ വൈബ്രേഷൻ അതുപോലുള്ള ഫീലിങ്സ് ഉണ്ടാവും. പിന്നെന്താ പറയുക, ചിലർക്കാണെങ്കിൽ ശരീരത്തിൽ എന്തോ എഴയുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. അതും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കുണ്ടലിനിയുടെ മൂവ്മെൻറ്റ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നതാണ്. സോ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പിരിച്വൽ അവേക്കനിങ് സമയത്ത്. നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അറിയണം എന്നില്ലായിരിക്കും. എനിക്കും ഇത് അറിയില്ലായിരുന്നു. എനിക്കിത് ഉണ്ടാകുന്നത് വരെ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് ശരിക്കും എനിക്കറിയില്ലായിരുന്നു. ഇനി എപ്പോഴാണ് നമുക്ക് ഇതിപ്പം സ്പിരിച്വൽ അവേക്കനിങ്ങിനാണെങ്കിലും അല്ല കുണ്ടലിനി ആക്ടിവേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് മെഡിക്കൽ ഹെൽപ്പ് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടത്? അപ്പോൾ ഈ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ഡോക്ടറെ കാണുക. ഡോക്ടറെ അടുത്ത് പോയിട്ട് അവർ മോസ്റ്റ്ലി ഇനി അതുപോലെ തന്നെ സ്കാൻ ചെയ്യാൻ പറയുമായിരിക്കും. അപ്പോൾ ചെറിയ സിസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുകയാണ് ഇതുപോലെ ഹോർമോണൽ ചേഞ്ചസ് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്ന് ഡോക്ടേഴ്സ് തന്നെ എന്നോടൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് സ്പിരിച്വൽ ആണെന്നുള്ള ഒരു സമാധാനം കൂടി ഉണ്ടാകും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബോഡിയിൽ എന്തൊക്കെ നമുക്ക് ചെയ്യും ഈ ഒരു പ്രോസസ്സിനെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളം, ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ അയൺ അല്ലെങ്കിൽ കാൽഷ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുക. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇത് വളരെ കൂടുതലായിട്ട് കഴിക്കുക. മത്സ്യമാംസം ഭക്ഷണങ്ങൾ കുറച്ചൊന്ന് അളവ് കുറച്ചിട്ട് കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഉറക്കം വളരെ പ്രോപ്പറാണ്. അപ്പം പ്രോപ്പറായിരിക്കണം. നിങ്ങൾ നന്നായിട്ട് മിനിമം ഒരു 7 to 8 hours എങ്കിലും ഈ സമയത്ത് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ വയറുവേദനയൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ ഈ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നതിന് പകരം നമുക്ക് ഹോട്ട് ബാഗ് യൂസ് ചെയ്യാം. അപ്പോൾ ഹോട്ട് ബാഗ് യൂസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നല്ല ഹെൽപ്പിംഗ് ആണ്. ഞാൻ ഇതുപോലെ ഹോട്ട് ബാഗാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹോട്ട് ബാഗ് യൂസ് ചെയ്താൽ മതി. ഒരുപാട് ആ ഒരു പെയിനിൽ നിന്ന് നിങ്ങൾക്ക് നല്ല റിലീഫ് കിട്ടും. ഇനി പിന്നെ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ജെനിറ്റൽ ഏരിയയിൽ ഒരു ഓറഞ്ച് കളർ ലൈറ്റ് ഉള്ളതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോ മെഡിറ്റേഷനും ഓരോ ശ്വാസം എടുക്കുന്ന സമയത്തും അങ്ങനെ ചെയ്ത് കഴിയണം. അങ്ങനെ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിങ്ങനെ ഇതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കാര്യം വരുമ്പോൾ നമ്മളതിനെ റെസിസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നം. നമ്മളതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. ശരി, എനിക്കിത് എൻ്റെ ഉള്ളിലൊരു ഒരു എന്താ പറയുക, ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ സന്തോഷത്തോടു കൂടി അത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്നേഹത്തോടു കൂടി ഓക്കെ, എനിക്ക് എൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ പ്രോസസ്സ് ഞാൻ സന്തോഷത്തോട് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു മനസ്സ്, ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇതിൽ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട.
ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് എന്താ പറയുക, അതിൻ്റെ മെഡിക്കൽ റീസൺസ് കഴിഞ്ഞതിനുള്ള ശേഷമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ കടന്നു പോവില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. വിഷമിക്കാനൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ എന്തെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എഴുതാം. അതൊരുപാട് പേർക്ക് ഇത് കേൾക്കുമ്പോൾ അവർക്കും ഒരു ആശ്വാസമാവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിനോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ജസ്റ്റ് എന്താ പറയുക, താങ്ക് യു യൂണിവേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൈവത്തിന് ഒരു താങ്ക് യു പറഞ്ഞ് ഒരു മെസ്സേജ് അയക്കാം. സോ എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്.